മിക്ക പ്രദേശങ്ങളിലും കോമണായി കണ്ടുവരുന്നതാണ് ഈ റിയോ പ്ലാന്റ്. ഇതിനെ ഓയിസ്റ്റർ പ്ലാന്റ്, ബോട്ട് ലില്ലി, മോസസ് ഇൻ ദ ക്രാഡിൽ എന്നും അറിയപ്പെടാറുണ്ട്. ഗാർഡനിങ് ഇഷ്ടമാണെങ്കിലും പരിപാലിക്കാൻ വേണ്ടി അധികം സമയം കിട്ടാറില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ഈസിയായി ചൂസ് ചെയ്യാൻ പറ്റും ഈ റിയോ പ്ലാന്റ്. കാരണം ഒരുപാട് വെള്ളമോ വളപ്രയോഗങ്ങളുടെയോ ഒരാവശ്യവുമില്ല ഇതിന്. പെട്ടെന്ന് തന്നെ ബുഷിയായി നമുക്ക് വളർത്തിയെടുക്കാം. ചട്ടിയിലോ കലങ്ങളിലോ, ഞാനിവിടെ കലങ്ങളിലും ചട്ടിയിലുമായിട്ടാണ് വെച്ചിരുന്നത്. കണ്ടാൽ തന്നെ അറിയാം ആ വെച്ചിരിക്കുന്ന കലം നിറയെ ബുഷിയായിട്ടാണ് വളർന്നിരിക്കുന്നത്. ഒന്നോ രണ്ടോ കമ്പ് മാത്രമാണ് കുത്തി കൊടുത്തിട്ടുള്ളത്. ഈസിയായി പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും. വെള്ളത്തിലോ മണ്ണിലോ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകൾ ഭാഗം വെട്ടുകയോ അല്ലെങ്കിൽ താഴ്ന്നേ ഒരു തൈ പറിച്ചെടുത്തോ വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ചട്ടിയിലോ ആക്കി വെച്ചാൽ ഈസിയായി പെട്ടെന്ന് തന്നെ ബുഷിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ചാണകപ്പൊടി മാത്രം മതിയാവും. ഞാനിതിനങ്ങനെ ചാണകപ്പൊടി പോലും ഇട്ട് കൊടുക്കാറില്ല. അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരാറുണ്ട്. എൻ്റെ കയ്യിലുള്ളത് 2 വെറൈറ്റിയാണ്. ഒരു ഗോൾഡൻ വെറൈറ്റിയും അതുപോലെ ഒരു ഗ്രീൻ വെറൈറ്റിയും. ഒരുപാട് വെറൈറ്റീസ്